യെസ്. കൺഫ്യൂഷൻ 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 കൺഫ്യൂഷൻ, ഫുൾ ഓഫ് കൺഫ്യൂഷൻ. ഇന്ന് രാവിലെ മുതൽ MTP ഇറങ്ങിയ അന്ന് മുതൽ എന്ന് പറയാം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നായിരുന്നു. അന്ന് പേഴ്സണലി വരുന്ന മെസ്സേജസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലായിട്ടൊക്കെ മെസ്സേജ് വന്ന്, എന്താ സാറേ ഈ സെക്ഷൻ 115 BAC1A, എന്താണ് സാറേ ഈ സെക്ഷൻ 115 BAC6? ഇത് സ്പെസിഫിക്കലി ഡൗട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ MTP റിലീസ് ആയപ്പോഴാണ് ഈ ഡൗട്ട് ഭയങ്കരമായിട്ട് വന്നത്. ഇപ്പൊ ജനറലി നമ്മൾ പറയുന്നത് 115 BAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റെജീം അല്ലെങ്കിൽ ഡെഫോൾട്ട് റെജീമാണ്. ന്യൂ റെജീം ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആക്ച്വലി ഡിഫോൾട്ട് റെജീം എന്നാ പറയാം. അപ്പം അതാണ്, അപ്പോൾ അങ്ങനെയാണ് പോകുക എന്ന് പറഞ്ഞത്. പക്ഷേ MTP വന്നപ്പം MTPയിൽ എന്ത് ചെയ്തു, 115 BAC6ഉം 115 BAC1A എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അങ്ങനെ സെക്ഷനായിട്ട് പറയാൻ തുടങ്ങി. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഹൈലി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കൺഫ്യൂഷൻ നമ്മളിന്ന് തീർക്കാൻ പോവാണ്. ഓക്കെ, 115 BAC1A എന്ന് പറഞ്ഞാൽ എന്താ, 115 BAC6 എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും ഓൾറെഡി, പക്ഷേ സ്റ്റിൽ ഒട്ടനവധി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങളെ ടെക്സ്റ്റിൽ തന്നെ ഈ പറഞ്ഞ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പുതിയ എഡിഷൻ ടെക്സ്റ്റിൽ, ദാറ്റ് മീൻസ് ഈ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ടെക്സ്റ്റിലാണ് സ്പെസിഫിക്കലി ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയും. എന്നാലും നിങ്ങൾക്ക് അത് കുറച്ചും കൂടി നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ദി ടെക്സ്റ്റ്. ഓക്കെ, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് നോക്കിക്കോളി. ഓക്കെ, അപ്പം ആ കൺഫ്യൂഷൻ നമ്മളിത് തീർക്കാൻ പോകണം. 115 BAC പിന്നെ MTP നമ്മൾ നോക്കാൻ പോകണം. MTP ജസ്റ്റ് നമ്മൾ മേലെ കൂടെ നോക്കും. ഇതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പം പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഈ ഡൗട്ട് ഇങ്ങനെ ക്രൂഷ്യലായി വന്നപ്പോൾ ഒരുപാട് ആൾക്കാരായി ചോദിക്കാൻ തുടങ്ങുന്നത്, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് കിടക്കാം. എടാ 115 BAC 1 സെക്കൻഡ്. യാ, ഓക്കെ. എടാ 115 BAC1A എന്ന് പറയുന്നതാണ് ആക്ച്വലി ഡിഫോൾട്ട് റെജീം. ഓക്കെ, ഡിഫോൾട്ട് റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 115 BAC1A, ദാറ്റ് ഈസ് ന്യൂ റെജീം. നമ്മളെ ഡിഡക്ഷൻസ് ഒന്നും കിട്ടാത്ത റെജീം ഇല്ലേ, അതാണ് 115 BAC1A. ഇത് ഞാൻ മുമ്പേ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 115 BAC1A ആണ് ന്യൂ റെജീം അല്ലെങ്കിൽ ഡിഫോൾട്ട് റെജീം. ന്യൂ റെജീം എന്നുള്ള ഒരു സംഭവം അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോൾ ഡിഫോൾട്ട് റെജീം എന്ന് പറയാം. ഡിഫോൾട്ട് വലി ഇപ്പം ഇത് അങ്ങനെയാണുള്ളത് 115 BAC1A. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ് 115 BAC1A ആണ് അയാൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ഡിഫോൾട്ട് റെജീം ഓപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സ്ലാബ് ഒക്കെ എങ്ങനെയൊക്കെ അപ് ടു 3 lakh ആ രീതിയിലേക്കാണ് സ്ലാബ് വരിക. ദെൻ നമ്മളെ ഡിഡക്ഷൻസ് ഒക്കെ കിട്ടൂല. അങ്ങനത്തെ ആ റെജിമിലോട്ടാണ് അത് പോകുന്നത് 115 BAC1A എന്ന് പറയുകയാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ അവിടെ താഴെ തന്നെ പറയുന്നത്, ഇൻ ദിസ് റെജിം ഇൻകം ഓഫ് ദി അസസി ഷാൽ ബി ടാക്സബിൾ അറ്റ് ദി കൺസെഷണൽ റേറ്റ്. നമ്മൾ സ്ലാബ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഈസ് റിക്വയർഡ് ടു സാക്രിഫൈസ് സർട്ടൻ ഡിഡക്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പോൾ സർട്ടൻ ഡിഡക്ഷൻസും ബെനിഫിറ്റ്സും അയാൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കിട്ടൂല എന്ന് പറഞ്ഞു. ഇനി ഓൾഡ് ടാക്സ് റെജീമിനെ സൂചിപ്പിക്കുന്നതാണ് 115 BAC6. ആക്ച്വലി 115 BAC6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ കൊടുത്ത് എന്നുള്ളത് പറയുന്ന സെക്ഷനാണ് ഈ 115 BAC6. അപ്പോൾ ഒരു എക്സൈസ് ഓപ്ഷൻ കൊടുത്ത്, ദാറ്റ് മീൻസ് അയാൾക്ക് ഓപ്ഷൻ കൊടുത്ത് ഡിഫോൾട്ട് ചൂസ് ചെയ്യണം. അപ്പം സിംപ്ലി സ്പീക്കിംഗ് നമുക്ക് അതൊന്നും വേണ്ട. എക്സാം പർപ്പസിന് പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് അതിൻ്റെ ഡീകോഡിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിന് 115 BAC6 എന്നോ 115 BAC1 എന്നേക്കാരം പറയാം. സപ്പോസ് 115 BAC6 എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റെഗുലർ ടാക്സ് റിജീം, ദാറ്റ് മീൻസ് ഓൾഡ് ടാക്സ് റിജീം എന്ന് പറയാം. നമ്മളെ 2,50,000 ആ സംഭവം ഡിഡക്ഷൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ആ സംഭവമാണ് 115 BAC6. അപ്പോൾ 115 BAC1A ആണെന്ത് ഡിഫോൾട്ട് ടാക്സ് റെജീം, 115 BAC6 ആണെന്ത് ഓൾഡ് ടാക്സ് റെജീം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് 115, നമ്മൾ ചാടിക്കേറി എന്താ പറയുക 115 BAC6 എന്ന് പറയും അല്ലേ? നമ്മൾ ചാടിക്കേറി അല്ലെ 115 BAC6 എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഡിഫോൾട്ടാണ് 115 BAC എന്ന് കണ്ട ഡിഫോൾട്ട്. അങ്ങനല്ല, 115 BAC6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റെജീം, ദാറ്റ് മീൻസ് 2,50,000 അങ്ങനെ. അപ്പോൾ താഴെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസസി ഓപ്റ്റിംഗ് 115 BAC6 ആണെങ്കിൽ നമ്മൾ കണ്ട നോർമൽ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇങ്ങനെ നോർമൽ ടാക്സ് റെജീമിലോട്ടാണ് പോകുന്നത്. 3 lakh അപ് ടു 2,50,000. സീനിയർ സിറ്റിസന്റെ കേസ്, നോർമൽ സീനിയർ സിറ്റിസൺ അല്ലാത്ത കേസിന്റെ ഓക്കെ 2,50,000. എല്ലാ ഡിഡക്ഷൻസും കിട്ടും. റിബേറ്റ് ഒക്കെ നോർമൽ ടൈപ്പ് ഓഫ് റിബേറ്റ് ആയിരിക്കും. ഒക്കെ 12,500 വരെ റിബേറ്റ് കിട്ടുള്ളൂ. അങ്ങനെ പോകും. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാനത് പറഞ്ഞിട്ടില്ല. പേജ് നമ്പർ 21 വരുന്നത് കേട്ടോ. പേജ് നമ്പർ 21, ന്യൂ എഡിഷനിൽ 21. ന്യൂ എഡിഷൻ കിട്ടാത്തവർ ജസ്റ്റ് വാട്സ്ആപ്പ് മീ, ഐ വിൽ സെൻഡ്. ഓക്കെ, then 115 BAC1A, അതാണ് if he has not exercised the option under 115 BAC6 ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ 115 BAC1A ന്യൂ ഡിഫോൾട്ട് ടാക്സ് റെജീം ആയിക്കാരും. ന്യൂ എന്ന് പറയാൻ പാടില്ല. ഇപ്പം ആക്ച്വലി ഡിഫോൾട്ട് ടാക്സ് റെജീം എന്നാ പറയാം. നമ്മൾ സിംപ്ലി സ്പീക്കിംഗ് ന്യൂ എന്ന് പറയാം.
അതിൽ കണ്ടോ 3 ലാക്ക് 3 ലാക്ക് ടു 6 ലാക്ക് ടു 9 ലാക്ക് 9 ലാക്ക് ടു 12 ലാക്ക് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ടാക്സ് റെജീം. ഓക്കെ, അപ്പോൾ ഞാൻ ഫർദർ ഇവിടെ ബാക്കി ഡിസ്കഷൻ ഒക്കെ പറയുന്നുണ്ട്. അയാൾ ഓപ്റ്റ് ചെയ്യാൻ 3 ലാക്ക് വരെ ബേസിക് എക്സംഷൻ ആയിരിക്കും, അങ്ങനെ 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 ബാക്കി ന്യൂ റെജീമിലെ ബാക്കി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫൈനലി സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാണ്, ഇനി ആരും ഡൗട്ടായിട്ട് ഇത് ചോദിക്കരുത്, അതിന് ഞാൻ പറയുന്നത്. പക്ഷെ ഭയങ്കര ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും സ്റ്റക്കായി പോയിട്ടുണ്ട് ഇത് MTP ഇങ്ങനെ കണ്ടു. പല ആൾക്കാരും പഠിച്ചത് എന്താ, 115 BSc 1A ആണ് റെഗുലർ ഓൾഡ് രാജീവ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് ചില ഫാക്കൽറ്റീസിൻ്റെ അടുത്തൊക്കെ ചില മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പല കുട്ടികളും പറഞ്ഞത്. അപ്പം 115 BSc 1A ആണ് റെഗുലർ, ദാറ്റ് മീൻസ് 250 കേസ് ആ ബേസിക് ഓൾഡ് റെജീം എന്നാണ് പല ടെക്സ്റ്റ് ബുക്കിലും പല ഫാക്കൽറ്റീസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനല്ല, 115 BSc 1A ആണ് ഡിഫോൾട്ട് ടാക്സ് റെജീം. അപ്പോൾ ഇനി ബേജാറാവണ്ട, ഇനി പഠിക്കാതെ ഇരിക്കണ്ട, അല്ലെങ്കിൽ ഇനി ആകെ കിളി പോയ പോലെ ഇരിക്കണ്ട. പല ആൾക്കാരും കിളി പോയി എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടിട്ട്. ഞങ്ങൾ ഇരിക്കണ്ട, 115 BSc 1A ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അത് ഡിഫോൾട്ട് ടാക്സ് റെജീം, നമ്മളെ ന്യൂ ടാക്സ് റെജീം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. 115 BSc 6 ആണെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം അല്ലെങ്കിൽ റെഗുലർ ടാക്സ് റെജീം. സിമ്പിൾ, കഴിഞ്ഞ്. ഇത്രയും മതി എക്സാം പർപ്പസിന്, വേറെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് MTP കൂടി നോക്കിയാലോ, MTPയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫൈനലൈസ് ചെയ്യാം. കഴിഞ്ഞ്, ഇത്ര MTP ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, MTPയിൽ ഇവിടെ നോക്കിക്കേ. MTP ഓക്കെ, ഇവിടെ പറയുന്നത് 115 BSc 6 കണ്ടോ, ലോഡത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 115 BSc 6 എന്നാണ്. അവിടെ 115 എന്താണ്, he has not exercised 115 BSc 6 എന്നാണ് പറയുന്നത്. 115 BSc 6 എക്സസൈസ് ചെയ്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം എന്താ, അയാൾ 115 BSc 1A ആണ് എക്സസൈസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ? 115 BSc 6 ദാറ്റ് മീൻസ് ഓൾഡ് ടാക്സ് റെജീം അയാൾ ഓപ്റ്റ് ചെയ്തില്ല, നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം he has opted for 115 BSc 1A ഓപ്റ്റ് ചെയ്ത്, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ല? അടുത്തത് വേറെ എവിടെ പറയുന്നത്, വേറെ എവിടെയൊക്കെ പറയുന്നുണ്ട് ഇത്. ഞാൻ MTP ഇപ്പോഴാണ് നോക്കുന്നത്. ആരൊക്കെ അയച്ചു തന്നിരുന്നു MTP, വേറെ എവിടെയൊക്കെ ഇതിലില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ കാണുന്നില്ല. ഓക്കെ, ഞാൻ വേറെ ഏതോ താഴെ ഏതോ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ആരൊക്കെ അയച്ചു തന്നിരുന്നു, അതിലെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. താഴെ ഓക്കെ, ഇവിടെ if he has not opted for option under 115 BSc 6, നോട്ട് ഓപ്റ്റഡ് 115 BSc 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തില്ല. അപ്പം എങ്ങനെയാണെങ്കിൽ അയാൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഏതാ, ന്യൂ ടാക്സ് റെജീം ആയിരിക്കും. അപ്പോൾ അവിടെ അതിൽ സെൽഫ് എക്യുപ്പൈഡിൻ്റെ ഇൻട്രസ്റ്റിലൊക്കെ ഡൗട്ട് വന്നത്, സെൽഫ് എക്യുപ്പൈഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് കിട്ടൂല ന്യൂ ടാക്സ് റെജീം മീൻസ് ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ, അതൊക്കെയാണ് ഡൗട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ തന്നെ ഇക്കാരം എക്സാമിന് ഇതേ ടൈപ്പ് ആയിക്കാരം വരിക, നോ ഡിഫറൻസ്. ഇങ്ങനെ തന്നെ ഇക്കാരം വരിക. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ, ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഗിവൻ അണ്ടർ സെക്ഷൻ 115 BSc 6. ഇത് മറ്റൊരു കുട്ടി ചോദിച്ച ചോദ്യമായിരുന്നു. അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ കേസ് ആണല്ലോ ഇവിടെ പറയുന്നതെന്നുള്ള. അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മളെ ന്യൂ ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ കിട്ടില്ലല്ലോ, അപ്പം ഇത് 115 BSc ആയതുകൊണ്ട് കിട്ടില്ലല്ലോ, അങ്ങനെ ചിന്തിച്ച്. ദാറ്റ് മീൻസ് ഡിഫോൾട്ട് ആയിരിക്കും, പക്ഷേ ഡിഫോൾട്ട് അല്ല, അത് 115 BSc 6 ആണ്. ദാറ്റ് മീൻസ് അയാൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് 115 BSc 6 ആണ്. ദാറ്റ് മീൻസ് നോർമൽ റെജീമാണ്, ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ 115 BSc 6 എന്ന് പറയുമ്പോൾ 115 BSc എന്ന് പറയുമ്പോൾ ചാടിക്കയറി ഉത്തരം പറയരുത്, അത് സബ്സെക്ഷൻ തന്നുകൂടോ നോക്കണം. ഓക്കെ, സബ്സെക്ഷൻ സ്പെസിഫിക്കലി തന്നിട്ടുണ്ടോ നോക്കിയിട്ടാണ് ആൻസർ ചെയ്യാൻ. വേറെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ സബ്സെക്ഷൻ തരാതെ ഉണ്ടായിരുന്നു, അതുകൂടെ കണ്ട പോലെ തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ മനസ്സിലായല്ലോ 115 BSc 6ഉം 115 BSc 1Aയും തമ്മിലുള്ള ഡിഫറൻസ്. വേറെ എവിടെയും പറയുന്നില്ല എന്ന് തോന്നുന്നു. അവിടെയും പറയുന്നുണ്ട് യെസ് ഓപ്റ്റഡ് ഫോർ ഗിവൻ അണ്ടർ 115 BSc 6. എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ള അതാണ് 115 BSc 6 എന്ന് പറഞ്ഞാൽ നോർമൽ റിജീം. 115 ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, 115 BSc 1A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് റിജീം. 1Aയും 6ഉം മാറണ്ട. ഓക്കെ, 1Aയും 6ഉം. ഓക്കെ, സോ അതൊന്ന് പറയാൻ വേണ്ടി, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. നല്ല എന്താ പറയുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്, നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യുമല്ലോ, ദാറ്റ് മീൻസ് നന്നായി രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല, ആ ഫീൽ ചെയ്യുന്ന ഒരു ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒക്കെ നമ്മളുടെ മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് അനദർ വീഡിയോ. വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ചെയ്യാം. ആൻഡ് റിവിഷൻസ് ഒക്കെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് ഫോളോ ചെയ്യാം. ആൻഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി പഠിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, ബൈ.